ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ടു സ്റ്റേറ്റ്സ് വൺ സ്റ്റോറി. ഇന്നത്തെ വ്ളോഗിൻ്റെ വോയിസ് ഓവർ ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു മേ ബി ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിലും കൂടെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ വ്ളോഗ് ഞങ്ങളുടെ ഡേ 1 ഓഫ് തായ്ലൻഡ് ട്രിപ്പിൽ നിന്നുള്ളതാണ്. 2 മാസം മുമ്പായിരുന്നു ഈ ട്രിപ്പ്, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇതിൻ്റെ വ്ളോഗ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ ബാംഗ്ലൂർ ടെർമിനൽ 2 നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സോ ഞാനും ചിന്മയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കാർത്തികയുടെ ഹസ്ബൻഡ് JK, പിന്നെ ഞങ്ങളുടെ സുന്ദരക്കുട്ടപ്പൻ മെസ്സിക്കുട്ടി, ഞങ്ങൾ 5 പേരും കൂടാണ് പോയത്. സോ നമ്മൾ ബാംഗ്ലൂർ ടെർമിനൽ 2 നിന്ന് ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റാണ് എടുത്തത്. ഇത് ഫുക്കറ്റിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ ഫുക്കറ്റിൽ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സോ വെൽക്കം ടു ഫുക്കറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ലോക്കൽ സിം എടുത്തു. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പുറത്ത് വന്നു. സോ പുറത്ത് വന്നപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ പാക്കേജിലുണ്ടായിരുന്ന ക്യാബ് ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്യാബിൽ കയറി ഞങ്ങൾ ക്രാബിയിലോട്ടാണ് ഫസ്റ്റ് പോയത്. സോ ഫുക്കറ്റ് ടു ക്രാബി ഇറ്റ്സ് പ്രിറ്റി ലോങ് ജേർണി. അത് കഴിഞ്ഞ് ഞങ്ങൾ 2.5-3 hours എടുത്തെന്ന് തോന്നുന്നു. നമ്മൾ ക്രാബിലെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം ഫസ്റ്റ് പോയത് ഒരു 75 years പഴക്കമുള്ള ഒരു ഫോസിൽ ബീച്ചിലോട്ടാണ്. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഒരു എലിഫൻറ്റ് ഷെൽട്ടറിലോട്ടായിരുന്നു. അവിടെ ഒത്തിരി എലിഫൻസും ഈ ബേബി എലിഫൻറ്റും ഉണ്ടായിരുന്നു. ബേബി എലിഫൻറ്റുമായിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഇൻറ്ററാക്ട് ചെയ്തത്. ഷീ വാസ് ആക്ച്വലി ടേക്കിംഗ് ബാത്ത്. ഹർ നെയിം ഈസ് വല്ലി. അപ്പം വല്ലിക്ക് ഞങ്ങൾ ബനാനാസൊക്കെ മേടിച്ച് ഫീഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ബെൻഡ് ചെയ്ത് താങ്ക് യു ഒരു നോയ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര പോസൊക്കെ തന്നു വല്ലി. അത് കഴിഞ്ഞ് ഞാനൊരു സെൽഫിയൊക്കെ എടുത്ത് വല്ലിയായിട്ട്. ഈ ഫോട്ടോയും ഞങ്ങൾ ആ ഷെൽട്ടർ വെച്ചെടുത്തതാണ്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് അവനോങ് നൈറ്റ് മാർക്കറ്റിലാണ്. സോ നൈറ്റ് മാർക്കറ്റ് വാസ് അബൌട്ട് ടു ബിഗിൻ അറൗണ്ട് 7 o'clock. സോ അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഇറ്റ് ഹാഡ് സ്റ്റാർട്ട് നമ്മുടെ നൈറ്റ് മാർക്കറ്റിൽ ഒത്തിരി ഫുഡ് ഐറ്റംസ് കിട്ടും. അവരുടെ ലോക്കൽ ഫുഡാണ് കൂടുതലും കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി റോ ഫിഷ് ഫ്രം ദ വാട്ടർ ഡയറക്റ്റ്ലി പ്ലേറ്റിലിട്ട് തരുന്ന പോലത്തെ ഒരു റോ ഫിഷ് ഐറ്റമാണ് ഈ പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഞാനും ചിന്മയും യൂഷ്വലി ഒത്തിരി എക്സ്പെരിമെൻ്റലാകാറില്ല ഫുഡിൻ്റെ കാര്യത്തിൽ, ബിക്കോസ് വി ആർ വെരി സെൻസിറ്റീവ്. ഞങ്ങളുടെ സ്റ്റമക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ട്രൈ ഒന്നും ചെയ്തില്ല. കുറച്ച് അവിടെ ഇവിടെയും കഴിക്കുന്നതല്ലാതെ ഞങ്ങൾ ഒത്തിരി എക്സ്പെരിമെൻ്റലാകാൻ പോയില്ല. പിന്നെയും എക്സ്പെരിമെൻ്റലായത് JK ആയിരുന്നു. അപ്പം JK മേടിച്ചതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. ഞങ്ങൾ കുറച്ച് സേഫ് ഓപ്ഷനായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഞങ്ങൾ കൂടുതലും അവിടെ നിന്ന് ട്രൈ ചെയ്തത്. പിന്നെ ഞങ്ങൾ ദ മാംഗോ സ്റ്റിക്കി റൈസ്, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ. അതുകൊണ്ട് നമുക്ക് അത് ട്രൈ ചെയ്യാമെന്ന് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഒരെണ്ണം മേടിച്ചു. ബേസിക്കലി മാംഗോ സ്റ്റിക്കി റൈസിൽ അവിടുത്തെ ഒരു മാംഗോയും അവിടുത്തെ ടൈപ്പ് മാംഗോ ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് ഫ്ലേവർഫുൾ ബട്ട് ഒരു വേറെ ടേസ്റ്റാണ്. മാംഗോ, പിന്നെ ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള റൈസ്, പിന്നെ കോക്കനട്ട് ക്രീം ആണ് അവർ, ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള കോക്കനട്ട് ക്രീമാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ സെസമേ സീഡ്സ്, ഇതെല്ലാം മിക്സ് ചെയ്ത് അവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. അതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഞങ്ങളത് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് കറങ്ങി നടന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു, ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടോട്ട് പോയിട്ട് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ടേസ്റ്റ് ചെയ്തു. സോ ഇറ്റ്സ് വെരി സ്വീറ്റ് ആക്ച്വലി. സോ സ്വീറ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മേ ബി ഇഷ്ടപ്പെടുമായിരിക്കും. ഫോർ എ ട്രൈ ഇറ്റ്സ് ഗുഡ്, ബട്ട് ഐ എം നോട്ട് എ ഫാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി ബീച്ചിലോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റിലൊന്നും കറക്റ്റായിട്ട് ഫോട്ടോസ് വരാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഫോറിനറൊക്കെ വന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്നു. ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് അവനോങ് ബീച്ച്. സോ ഇതാണ് ഞാനും എൻ്റെ മെസ്സിക്കുട്ടിയും. അത് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് വി അഗെയിൻ ഫ്രഷൻഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഫോർ എ സ്ട്രോൾ ഇൻ ദോ സ്ട്രീറ്റ്സ്. സോ ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള പ്ലാനാണ് പോയത്. ഞങ്ങൾ ആ സ്ട്രീറ്റ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ഫുഡ് മേടിച്ചു. കുറച്ച് നൂഡിൽസ് ആൻഡ് റൈസ് ആൻഡ് ഫ്രൈഡ് റൈസ്, അങ്ങനെ യൂഷ്വൽ ഫുഡും, പിന്നെ കുറച്ച് തായ് ക്യുസീനും. ഐ ഡോണ്ട് റിമെമ്പർ പഡ് തായ് ആൻഡ് സം ഫേമസ് സൂപ്പ് ദേ ഹാവ്, ടോം യം അങ്ങനെയാണെന്ന് തോന്നുന്ന പേര്.
അത് മേടിച്ച് അത് ട്രൈ ചെയ്തു. അതാണ് ഞങ്ങളുടെ day 1. സ്റ്റേ ട്യൂൺഡ് ഫോർ day 2.